ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഇങ്ങനെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം വാട്സപ്പ് അപ്രത്യക്ഷമാകും, കാണാതായി പോവുക. അതിന് ചിലപ്പോൾ വൈറസ് വന്നിട്ട് നമുക്ക് വാട്സപ്പ് ആപ്പ് അൺഇൻസ്റ്റാൾ ആയി പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുതിയൊരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് OTP വന്നിട്ട് കയറാതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ്, നമ്മളൊരു മൊബൈൽ മാറ്റിയിട്ട് പുതിയൊരു മൊബൈൽ വാങ്ങുന്ന സമയത്ത് വാട്സപ്പ് നമുക്ക് പുതിയൊരു മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് OTP വരുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് വാട്സപ്പിൽ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് സോൾവ് ചെയ്യാനുള്ള ചെറിയൊരു പരിഹാര മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് നമ്മുടെ വാട്സപ്പ് തന്നെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിനാണ് സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ വാട്സപ്പ് ഐക്കൺ കാണുന്നുണ്ട്. വാട്സപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, കാരണം ഇത് പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്ന ചോദ്യമാണ്. വാട്സപ്പ് അൺഇൻസ്റ്റാൾ ആയി പോയി, അതിനുശേഷം നമുക്ക് അതിലേക്ക് OTP വരുന്നില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണുന്നുണ്ട് അല്ലേ, സെറ്റിംഗ്സിൽ 3 ഡോട്ട്സ്. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അക്കൗണ്ട്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. പാസ് കീയുടെ തൊട്ട് താഴെയായിട്ട് ഇമെയിൽ അഡ്രസ്സ്. നിങ്ങളുടെ ഇതിൽ ഇമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സ് വരും. പക്ഷേ ഇവിടെ താഴെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഇമെയിൽ ID ഞാനിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇമെയിൽ ID കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി കൊടുത്തതാണ്, ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇവിടെ നമുക്ക് കറണ്ട് ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഞാനൊന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഒന്ന് ബാക്ക് ചെയ്ത് ഇവിടെ കാണിച്ചിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ പെൻഡിങ് വെരിഫൈ ഇമെയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ഒരു വേർഡ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതായത് പെൻഡിങ് ആണോ വെരിഫിക്കേഷൻ എന്നുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അപ്പോൾ വെരിഫൈ ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും. ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് എന്താവുള്ളൂ, വെരിഫൈ ആവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇമെയിൽ ID നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമുക്ക് OTP നമ്മുടെ ഫോണിലേക്ക് മെസ്സേജിലേക്ക് വരാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സിലേക്ക് നമുക്ക് വെരിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് വീണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഓപ്ഷൻ, ഈ ഇമെയിൽ അഡ്രസ്സ് വെച്ചത് തന്നെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, അഥവാ നമ്മുടെ മെസ്സേജ് ബോക്സിലേക്ക് ഈ OTP വന്നിട്ടില്ലെങ്കിൽ അത് ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കുക നിങ്ങളുടെ ഇമെയിൽ ID വെരിഫൈഡ് ആണോ എന്നുള്ളത്. അല്ല വെരിഫൈഡ് അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചെന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, അത് വെരിഫൈ ചെയ്യണം. ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങളെ ഇതിലേക്കൊരു കോഡ് വരും ഇമെയിൽ അഡ്രസ്സിലേക്ക്, അതൊന്ന് വെരിഫൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇമെയിൽ ID കൊടുക്കുന്നത് നമ്മളിവിടെ ചാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ചാറ്റ് ബാക്കപ്പിൽ നമുക്കിവിടെ കണ്ടില്ലേ, ഈ ഗൂഗിൾ ID വെരിഫൈ ആണെങ്കിൽ മാത്രമേ ഇവിടെ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത്, നമുക്ക് നാളെയും ആവശ്യമുണ്ടെന്നുള്ള തോന്നുന്ന ഡാറ്റ, അഥവാ നമുക്ക് വാട്സപ്പ് ഒക്കെ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫോണിലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്ക് ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ID ഇവിടെ കറക്റ്റായിട്ട് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇമെയിൽ IDയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വിചാരിക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്ത് വെക്കേണ്ടതാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോണിൽ നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ അത് വെരിഫൈ ചെയ്യണം. കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്യുക. പല ഫോണിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ വെരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മെയിൽ IDയിലേക്ക് OTP വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID കൊടുക്കണം. അത് വെരിഫൈ ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലുള്ള നല്ല ഹൈലി ഇൻഫർമേറ്റീവുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്തായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.